വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ എന്ത് ചെയ്യാം, ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഒരു കുട്ടി ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അവർക്ക് ചുറ്റും കുറച്ച് കുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു ടീച്ചറും നിൽക്കുന്നുണ്ട് അല്ലേ. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിൽ ഒരു കുട്ടി പറയാണ്, ടീച്ചർ ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 sings, പ്ലീസ് ആസ്ക് ഹർ ടു ഗെറ്റ് ഓഫ് ഫ്രം ദി സിങ്, നൗ ഇറ്റ്സ് മൈ ടേൺ. അതായത് ഒരു കുട്ടി പറയാണ്, ടീച്ചർ ഇവള് 10 സിങ്സ് കംപ്ലീറ്റ് ചെയ്തു, 10 പ്രാവശ്യം ഊഞ്ഞാലാടി, ഇനി എൻ്റെ അവസരമാണ്, ഇവളുടെ അടുത്ത് ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേക്കാൻ പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരിക്കുന്ന ഊഞ്ഞാലാടുന്ന കുട്ടി പറയണ എന്താ, ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 സിങ്സ് ടീച്ചർ, ഞാൻ ആകെ 5 സിങ്സ് മാത്രമേ, 5 പ്രാവശ്യം ഊഞ്ഞാലാടിയിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ടീച്ചർ എന്താ പറയുന്നത്, യെസ് ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 സിങ്സ്. അപ്പൊ ടീച്ചർ പറയും, അതേ ശരിയാണ്, അവൾ ആകെ 5 സിങ്സ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ 2 ടൈപ്പ് ആൻസർ വരാൻ കാരണം? ഒരാൾ 10 സിങ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, മറ്റേ അവളെ എതിർത്തുകൊണ്ട് അവൾ പറഞ്ഞു 5 സിങ്സേ ഞാൻ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആൻസർ വരാൻ എന്താണ് കാരണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അത് നോക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഊഞ്ഞാലിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ഊഞ്ഞാലിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഊഞ്ഞാലിന്റെ ഫിഗർ നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ഊഞ്ഞാല് ഇതൊരു ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാല് ഇതിന്റെ ആട്ടം തുടങ്ങുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ലൈൻ കണ്ടോ, ഈ ലൈനിൽ നിന്നാണ് ഊഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അവരുടെ സ്വിങ്സ്, അതായത് ഊഞ്ഞാല് ആടാനായിട്ട് തുടങ്ങുന്നത് എന്താണ്, ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. അപ്പൊ ഊഞ്ഞാല് അതിന്റെ ആട്ടം തുടങ്ങുന്ന അല്ലെങ്കിൽ സ്വിങ്സ് തുടങ്ങുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, എവിടെ നിന്നാണ് ഊഞ്ഞാല് ആടാനായിട്ട് തുടങ്ങുന്നത്, ആ ഊഞ്ഞാൽ ആടാൻ തുടങ്ങുന്ന ആ ഒരു പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ, ഈ ഒരു ഊഞ്ഞാലിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓയാണ്. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിങ് ആടാനായിട്ട് തുടങ്ങുന്ന, അതായത് ഊഞ്ഞാല് ആടാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പോയിന്റിനെ, എവിടെ നിന്നാണ് ഊഞ്ഞാല് ആട്ടം തുടങ്ങുന്നത്, ആ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണെന്ന് നമ്മളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, the initial position of the swing when it start oscillating from its free state. അതായത് അവരുടെ ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്വിങ്സ് ഓസിലേറ്റ് ചെയ്യാൻ എടുക്കുന്ന പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ ഊഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ, എവിടെ നിന്നാണ് ഊഞ്ഞാല് ആടാനായിട്ട് തുടങ്ങുന്നത്, ഏത് പോയിന്റിൽ നിന്നാണോ ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഫിഗറിൽ ഈ ഊഞ്ഞാല് ആടാനായിട്ട് തുടങ്ങുന്നത് ഓ എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പൊ അവിടുത്തെ എന്തായിരിക്കും, അവിടുത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓ ആയിരിക്കും അവിടുത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദി സിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ് ഫ്രീ സ്റ്റേറ്റ്. ഫ്രീ സ്റ്റേറ്റിന് ഇക്വിലിബ്രിയം പൊസിഷൻ ഈ ഫിഗറിൽ ഏതായിരിക്കും, ഓ ആയിരിക്കും അല്ലെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എ ആണോ ഓ ആണോ ബി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും, ഓ ആയിരിക്കും ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ കറക്റ്റ് അത് മനസ്സിലായല്ലോ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് സിങ്സ് ഹാവ്. സിങ്ങിന് ഉള്ള മോഷൻ എന്ത് പേരിലാണ് അറിയുന്നത്, സർക്കുലാർ മോഷൻ ആണോ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കിയാലോ. ഇവിടെ നമ്മുടെ സ്വിങ് ഉണ്ട് അല്ലേ, ഈ സ്വിങ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇത് നോക്കിയേ, ഇത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഊഞ്ഞാലിന്റെ ആട്ടം തുടങ്ങുന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഊഞ്ഞാലിന്റെ ആട്ടം തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഊഞ്ഞാല് ബാക്കോട്ടേക്ക് പോകും അല്ലേ, ഇങ്ങനെ കുറച്ച് ദൂരം ബാക്കോട്ടേക്ക് സഞ്ചരിച്ചു. അങ്ങനെ കുറച്ച് നേരം ബാക്കോട്ടേക്ക് സഞ്ചരിച്ചിട്ട് ഇത് വീണ്ടും എവിടേക്ക് എത്തും, ഓയിലോട്ടേക്ക് എത്തും. എന്നിട്ട് വീണ്ടും ഇതും ഫ്രണ്ടിലോട്ടേക്ക് പോകും. എന്നിട്ട് ബി എന്ന് പറയുന്ന പൊസിഷനിലോട്ടേക്ക് എത്തിയിട്ട് ഈ ബി എന്ന് പറയുന്ന പൊസിഷനിൽ വീണ്ടും വേഗം എവിടേക്ക് പോകും, ഓ എന്ന് പറയുന്ന പൊസിഷനിലോട്ടേക്ക് പോകും. അങ്ങനെ ഈ ഊഞ്ഞാല് ഫ്രണ്ടിലോട്ടേക്കും ബാക്കിലോട്ടേക്കും അങ്ങനെ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് നടക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിലോട്ടേക്കും ബാക്കിലോട്ടേക്കും അങ്ങനെ ടൈപ്പ് മൂവ്മെന്റിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്
ടു ആൻഡ് ഫ്രോ മോഷൻ. അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാണ് വിളിക്കുക. ടു ആൻഡ് ഫ്രോ മോഷൻ. ഇതൊരു പ്രാവശ്യം മാത്രമാണ് നടക്കുക, അല്ലേ? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ടേക്ക്, ബാക്കിലോട്ടേക്ക്, അങ്ങനെ റെഗുലർ ഇന്റർവെല്ലിലാണ് എന്ത് നടക്കുക? ഈ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുക. അങ്ങനെ റെഗുലർ ഇന്റർവെല്ലിൽ നടക്കുന്ന ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. കണ്ടോ? ഓസിലേറ്ററി മോഷൻ എന്നാണ് ടു ആൻഡ് ഫ്രോ മോഷൻ. റെഗുലർ ഇന്റർവെല്ലിൽ നടക്കുന്ന ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഊഞ്ഞാലിലുള്ളത് എന്ത് ടൈപ്പ് മോഷനാണ്? ഓസിലേറ്ററി മോഷനാണ്. അപ്പം എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. പീരിയോഡിക് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കൃത്യസമയങ്ങളിൽ ഇന്റർവെല്ലുകൾ റിപ്പീറ്റ് ചെയ്തു വരുന്ന മോഷനാണ് പീരിയോഡിക് മോഷൻ. ഇൻ വിച്ച് ഒബ്ജക്റ്റ് മൂവ് ടു ആൻഡ് ഫ്രോ. ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ടേക്കും ബാക്കിലോട്ടേക്കും, ഫ്രണ്ടിലോട്ടേക്കും ബാക്കിലോട്ടേക്കും പോലെയുള്ള ടു ആൻഡ് ഫ്രോ മോഷൻസിൽ ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യും. ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എവിടെ നിന്ന്? ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ O എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്ന് ഫ്രണ്ടിലോട്ടേക്കും ബാക്കിലോട്ടേക്കും ടു ആൻഡ് ഫ്രോ മോഷൻസിൽ ഒബ്ജക്റ്റുകൾ നടത്തുന്ന പീരിയോഡിക് മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഓസിലേറ്ററി മോഷൻ? ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ് ടു ആൻഡ് ഫ്രോ മോഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു സെന്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇൻ ദിസ് ഫിഗർ വാട്ട് ഈസ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അതായത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിലെ. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, യൂഞ്ഞാല് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു സൈഡിലോട്ടേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. എത്രത്തോളം ദൂരം കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുമെന്ന്. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഊഞ്ഞാല് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ സൈഡിലേക്ക് ബി എന്ന് പറയുന്ന സൈഡിലോട്ടേക്ക് എത്ര ദൂരം മാക്സിമം സഞ്ചരിച്ചു? എ ഡിസ്റ്റൻസ് മാക്സിമം ദൂരം എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാക്സിമം സഞ്ചരിച്ചു, അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? ബാക്കിലോട്ടേക്കും എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാക്സിമം സഞ്ചരിച്ചു. അപ്പോൾ എത്രത്തോളം ദൂരം അവിടെ മാക്സിമം സഞ്ചരിച്ചു? എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് രണ്ടു വശത്തേക്കും ഇവർ എന്ത് ചെയ്തത്? മാക്സിമം സഞ്ചരിച്ചത്. അപ്പോൾ ഇതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു സൈഡിലേക്കുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? എ ആയിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ടു സൈഡിലേക്കാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2A ആയിരിക്കും വരാം, അല്ലേ? 2A ആയിരിക്കും വരാം. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഫിഗർ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ്. അതിന്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകും? ഇങ്ങോട്ടേക്ക്. ഈ ഒരു പൊസിഷൻ ഇവിടോട്ടേക്കോ ഉള്ളത് അല്ലെങ്കിൽ ഇവിടേക്കോ ഉള്ളത് ചോദിച്ചിരിക്കണേ. അപ്പൊ ഇവിടേക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിച്ചേക്കുന്നത് എത്രയാ? എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പഠിക്കാം. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ ഇപ്പൊ പഠിച്ച ഈ ഒരു പ്രോബ്ലമില്ലേ, അതാണ് പറയുന്നത്. അതായത് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു മിനിറ്റ്, ഇക്വിലിബ്രിയം പൊസിഷൻ ഈ O എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലോട്ടേക്ക് സഞ്ചരിക്കുന്ന മാക്സിമം ദൂരത്തിനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു സൈഡിലോട്ടേക്ക് സഞ്ചരിക്കുന്ന മാക്സിമം ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ഒരു സൈഡിലോട്ടേക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്താ? ക്യാപിറ്റൽ A ആണ്. എന്ത്?
ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പല്. ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കണേ. ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ഓർത്ത് വെക്കണം. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലോട്ടേക്ക് സഞ്ചരിക്കുന്ന മാക്സിമം ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ A എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ A വെച്ചിട്ടാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ഇനി നേരത്തെ നമ്മൾ ആദ്യം തന്നെ ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ഡസ് ദി സിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കുന്നത്, ഒരു ഊഞ്ഞാലിൻ്റെ ഒരാട്ടം കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. നോക്കിയേ, ഇവിടെ നമുക്കൊരു ഫിഗർ 1.1b തന്നിട്ടുണ്ട് അല്ലേ? ഫിഗർ 1.1b തന്നിട്ടുണ്ട്. ഇതിൽ നോക്കിയേ, നമ്മുടെ ഊഞ്ഞാല് ആദ്യം ആടാൻ തുടങ്ങിയത് ഈ പൊസിഷനിൽ നിന്നാണ്. O എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ് ഊഞ്ഞാൽ എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്യുക, ഊഞ്ഞാല് ആടാനായിട്ട് തുടങ്ങിയത് അല്ലേ? ഈ ഊഞ്ഞാല് ആദ്യം തന്നെ എന്ത് ചെയ്യും? ബാക്കോട്ടേക്ക് പോകും അല്ലേ? ബാക്കോട്ടേക്ക് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ടേക്ക് വന്ന് O എന്ന് പറയുന്ന പൊസിഷനിലോട്ടേക്ക് എത്തും. ഇനി ഈ ഊഞ്ഞാൽ എങ്ങോട്ട് പോകും? ഫ്രണ്ടിലോട്ടേക്ക് പോകും. ഫ്രണ്ടിലോട്ടേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ബാക്കോട്ട് പോയി O എന്ന് പറയുന്ന പൊസിഷനിലോട്ട് എത്തും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു, അതായത് ഓയിൽ തുടങ്ങി എയിലേക്ക് എത്തി, എയിൽ നിന്ന് വീണ്ടും ഓയിലിലേക്ക് എത്തി, പിന്നെ ഓയിൽ നിന്ന് ബിയിലോട്ടേക്ക് എത്തി, ബിയിൽ നിന്ന് ഓയിലോട്ടേക്ക് എത്തി. ഇങ്ങനെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഊഞ്ഞാല് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എവിടെ നിന്നാണ് ഊഞ്ഞാല് ആടാൻ തുടങ്ങിയത് അവിടെ നിന്ന് രണ്ട് സൈഡിലോട്ടേക്കും സഞ്ചരിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഊഞ്ഞാല് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഊഞ്ഞാല് എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ചോദ്യം. എപ്പോഴാ? വെൻ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം ഓയിൽ നിന്ന് തുടങ്ങി എയിലെത്തിയതിനു ശേഷം ദെൻ ടു ബി, പിന്നെ ബിയിലെത്തി, പിന്നെ വീണ്ടും ഓയിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഊഞ്ഞാല് ഒരാട്ടം പൂർത്തിയാക്കുന്നത് അല്ലേ? ഇവിടെ വേറെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താ? ഓയിലിൽ തുടങ്ങി എയിൽ തിരിച്ചെത്തി വീണ്ടും ഓയിലേക്ക് എത്തുമ്പോൾ ആണോ? അല്ലല്ലോ. അതെന്താ പറയുന്നത്? നോക്കിയേ, ഓയിൽ തുടങ്ങിയതിന് ശേഷം എയിലെത്തിയിട്ട് വീണ്ടും ഓയിലോട്ടേക്ക് തിരിച്ചെത്തുന്നത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകോ? ഇല്ല. ഇവിടേക്ക് ബിയിലേക്കും കൂടി സഞ്ചരിച്ച് ബിയിൽ നിന്ന് വീണ്ടും ഓയിലെത്തിയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. വെൻ ഓസിലേഷൻ പെൻഡുലം സ്റ്റാർട്ട് ഫ്രം O reaches A and back to then to B and back to O. Okay ആണല്ലോ. A swing complete one oscillation when pendulum start from O, goes both side and return to O. അതിപ്പോൾ പറഞ്ഞത് തന്നെ കണ്ടോ. ഇനി the oscillation is completed when the body return to its initial position in the same direction from where it started. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞതാ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, അതായത് തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ തന്നെയാണ്. ബോഡി റിട്ടേൺ ടു ഇറ്റ് ഇനീഷ്യൽ പൊസിഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ വേർ ഇറ്റ് സ്റ്റാർട്ടഡ്. അതായത് ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, O എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ് ഈ എന്ത് ചെയ്തത്? ഊഞ്ഞാൽ ആടാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് 2 പോയിന്റ് ഉണ്ട്. ഫ്രണ്ടിലോട്ടേക്കും പോകും, ബാക്കിലോട്ടേക്കും പോകും. അങ്ങനെ ഫ്രണ്ടിലോട്ടേക്കും ബാക്കിലോട്ടേക്കും പോയതിനു ശേഷം തിരിച്ച് ഓയിലോട്ടേക്ക് തിരിച്ചെത്തുമ്പോൾ, 2 സ്ഥലത്ത് നിന്നും ഓയിലോട്ടേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ഇനി നമ്മൾ A എന്ന് പറയുന്ന പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഊഞ്ഞാൽ ആടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യേണ്ടാവുക ഒരു ഓസിലേഷനെ? ഓയിൽ തുടങ്ങി എങ്ങോട്ട് പോകണം? ബിയിലെത്തണം. ബിയിൽ നിന്ന് വീണ്ടും എവിടേക്ക് തിരിച്ചെത്തണം? ഓയിലോട്ടേക്ക് തിരിച്ചെത്തണം. അപ്പം എയിലാണ് തുടങ്ങിയത്, അപ്പം എയിലേക്ക് തന്നെ തിരിച്ചെത്തണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. അപ്പോൾ നമ്മൾ എവിടെയാണ് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടേക്ക് തിരിച്ചെത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയാം. കണ്ടോ. വാട്ട് ഇഫ് കൗണ്ടിങ് സ്റ്റാർട്ട് ഫ്രം എ? എയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം എ റീച്ചസ് ബി ആൻഡ് റിട്ടേൺ ടു എ. എയിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ ആണല്ലോ.
അപ്പോൾ വാട്ട് കുഡ് ബി ദ റീസൺ ദാറ്റ് ദി നമ്പർ ഓഫ് ഓസിലേഷൻ കൗണ്ടഡ് ബൈ ദി ചൈൽഡ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്സ് ടേൺ ടു സ്വിങ് ആൻഡ് ചൈൽഡ് ഓൺ ദി സിങ്സ് വർ ഡിഫറെൻറ്റ്. അതായത് നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്താണ് കുട്ടി, അതായത് വെയിറ്റ് ചെയ്തിരുന്ന, അതായത് ഊഞ്ഞാലാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുട്ടിയുടെ കൗണ്ടും ഊഞ്ഞാലിലിരുന്ന കുട്ടിയുടെ കൗണ്ടും ഡിഫറൻറ്റ് ആയത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തായിരിക്കും കാരണം? ഇനീഷ്യൽ പൊസിഷൻ വ്യത്യസ്തമായതുകൊണ്ടായിരിക്കും അല്ലേ. ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. നൗ ഹു അണ്ടർസ്റ്റുഡ് ഹൗ കൗണ്ട് ഓസിലേഷൻസ് ആക്യുറേറ്റ്ലി. അപ്പം നമുക്കിപ്പോൾ അറിയാം ഓസിലേഷൻസ് എങ്ങനെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാമെന്ന്. ഇനി ഓസിലേറ്ററി മോഷൻസിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ മോഷൻ ഓഫ് ദി പെൻഡുലം ഓഫ് എ ക്ലോക്ക്. പെൻഡുലം ക്ലോക്കിനെ കണ്ടിട്ടില്ലേ? പെൻഡുലം ക്ലോക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പെൻഡുലം ക്ലോക്ക്. ഈ പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ നമ്മുടെ പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ എന്തിന് എക്സാമ്പിളാണ്? ഓസിലേറ്ററി മോഷന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പീരീഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. പീരീഡ്. അപ്പോൾ പീരീഡ് എന്താണെന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പീരീഡ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പെൻഡുലം ക്ലോക്കിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷനാണ് അല്ലേ. അപ്പോൾ ഒരു പെൻഡുലം, അതായത് പെൻഡുലം ക്ലോക്ക് ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഒരു പെൻഡുലം ക്ലോക്ക് ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻ? 30 ഓസിലേഷൻസ് ഉണ്ട്. അത് എന്തായാലും ഓർത്ത് വെക്കണേ, നിങ്ങൾക്ക് പ്രോബ്ലംസിലൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻസ് ആ സിമ്പിൾ പെൻഡുലം കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 ഓസിലേഷൻ. 30 പ്രാവശ്യം അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചേക്കണേ. അപ്പം എന്താ ക്വസ്റ്റ്യൻ? ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. ഒന്നും കൂടി ചോദ്യം കേട്ട് നോക്കിയേ. ഒരു മിനിറ്റിൽ 30 ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും എന്നാ ചോദ്യം. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നമ്മൾക്ക് എഴുതാം. നമുക്ക് അറിയാവുന്ന ജനറൽ ഇക്വേഷൻ എന്താണ്? 30 ഓസിലേഷന് എത്ര മിനിറ്റ് എടുക്കും? 1 മിനിറ്റ് എടുക്കും. അതാണല്ലോ നമുക്ക് അറിയാവുന്നത്. അത് ആദ്യം എഴുതി വെച്ചു. 30 ഓസിലേഷനിൽ 1 മിനിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 60 സെക്കൻഡ് ആണ് അല്ലേ. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്ത്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ ഒരു ഓസിലേഷൻസ് എടുക്കാനായിട്ടുള്ള സമയം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 60/30 ചെയ്താൽ പോരെ. അതായത് നമുക്കൊരു കാര്യം അറിയാലോ. അതായത് അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം 3 പേനയ്ക്ക് നമ്മൾ 6 രൂപയാന്ന് ഒരു കടക്കാരൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലെല്ലാവരും നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും? ഒരു പേനയ്ക്ക് എത്രയാന്ന് എന്ത് ചെയ്താൽ മതി? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 2. അപ്പം 2 രൂപയാണ് ഒരു പേനയ്ക്ക് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ കണക്കെന്ന് പറയുന്നത്. 30 ഓസിലേഷൻസ് 1 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മിനിറ്റ് എടുക്കും എന്നാണ് ചോദ്യം. എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അപ്പം എന്ത് ചെയ്താൽ മതി? 1 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലോട്ടേക്ക് മാറ്റണേ. ഈ സെക്കൻഡ് 60 സെക്കൻഡ് ബൈ എന്ത് ചെയ്താൽ മതി? 30 ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടും? 60ഉം 30ഉം ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 ആവും അല്ലേ. അപ്പം 2 സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് പീരീഡ് നമുക്ക് പഠിക്കാം. നമുക്ക് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ പീരീഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ T വെച്ചിട്ടാണ്. പീരീഡിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. ടൈം അല്ലേ. അപ്പോൾ അതെന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ പെൻഡുലം ക്ലോക്കിന്റെ പീരീഡ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം?
2 സെക്കൻഡ് ആണ് പെൻഡുലം ക്ലോക്കിന്റെ പീരീഡ്. പെൻഡുലം ക്ലോക്കിന്റെ പീരീഡ് എത്രയാ? ഈ 2 സെക്കൻഡ് എന്ന് പറയുന്നത് പെൻഡുലം ക്ലോക്കിന്റെ എന്താണ്? പീരീഡ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യം നോക്കി വയ്ക്കണേ. 1 മിനിറ്റിൽ പെൻഡുലം ക്ലോക്ക് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ് എടുക്കും. അങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്. പീരീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ T വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. പീരീഡിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഫ്രീക്വൻസി എന്ന് വിളിക്കാം. എന്താണ് ഫ്രീക്വൻസി? ഇപ്പം നമ്മൾ പീരീഡ് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടേം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫ്രീക്വൻസി പഠിക്കാനായിട്ട് നമുക്ക് പ്രോബ്ലംസ് കൂടെ തന്നെ എന്ത് ചെയ്യാം? ഫ്രീക്വൻസി പഠിക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓക്സിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ച പെൻഡുലം തന്നെയില്ല, ആ പെൻഡുലത്തിന്റെ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കേസ് എന്താ? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 1 മിനിറ്റിൽ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും? 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണേ. അതാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. 1 മിനിറ്റിൽ 30 ഓസിലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യണത്. നമുക്ക് അറിയേണ്ടത് എത്രയാ? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 60 സെക്കൻഡ് നമുക്ക് എഴുതാം. 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 30/60 അല്ലേ? അപ്പോൾ 30/60 ചെയ്യുമ്പോൾ നമുക്ക് വെട്ടിപ്പോവില്ലേ? വെട്ടിപ്പോകുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. 1/2 എന്ന് കിട്ടും. 1/2 എത്രയാണ്? 0.5 ആണ് അല്ലേ? 0.5 ആണ്. അപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡിൽ എത്ര പെൻഡുലം എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി, പെൻഡുലം ക്ലോക്കിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാന്ന് പറയും? 0.5 ആണെന്ന് പറയണം. 0.5 ആണെന്ന് പറയണം. ഇനി ഈ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താ? ഹെഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഫ്രീക്വൻസി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചു പീരീഡ് എന്താന്ന് പഠിച്ചു. പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പീരീഡ് എന്ന് വിളിക്കുക. രണ്ടും മാറിപ്പോവരുത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്രത്തോളം നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം രണ്ടും മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ 1 മിനിറ്റിൽ 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതും പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോ. വളരെ കുറച്ച് വീഡിയോ ആണ്, കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു.